സംസ്ഥാനത്ത് ജനിതക വകഭേദം വന്ന കോവിഡ് വൈറസ് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ ശൈലജ. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി എത്തിയ 6 പേർക്കാണ് അതിതീവ്ര കോവിഡ് സ്ഥിരീകരിച്ചത്. ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ശ്രദ്ധ തുടരണമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോടും ആലപ്പുഴയിലും ഓരോ കുടുംബത്തിലെ 2 പേർക്ക് വീതവും കോട്ടയത്തും കണ്ണൂരിലും ഓരോരുത്തർക്കുമാണ് ജനിതക വകഭേദം വന്ന കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരുമായി സമ്പർക്കമുള്ളവർ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. ആശങ്ക വേണ്ടെന്നും ജാഗ്രത അത്യാവശ്യമാണെന്നും ആരോഗ്യമന്ത്രി. 6 കേസുകൾ ഈ പുതിയ വൈറന്റ് ആണ് എന്നുള്ളത് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. വല്ലാതെ ആളുകൾ ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല, എന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. ഇത് മാറ്റി നിർത്തി ഐസൊലേറ്റ് ചെയ്ത് ചികിത്സിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നത് തന്നെയാണ്. UK-യിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലായി എത്തിയ 39 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ 12 സാമ്പിളുകളുടെ ഫലം വന്നതിൽ വകഭേദം വന്ന വൈറസ് കണ്ടെത്തിയിരുന്നില്ല. വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം കർശനമായി തുടരും. ഇളവുകൾ ഉണ്ടെങ്കിലും ജാഗ്രത വേണം. ഓരോരുത്തരും ഒരു സെൽഫ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കണമെന്നാണ്. വളരെ അത്യാവശ്യമുള്ള കാര്യത്തിന് മാത്രം പുറത്തേക്ക് ഇറങ്ങുക. വളരെ അത്യാവശ്യമുള്ള ആൾക്കൂട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അകലമൊക്കെ പാലിച്ചുകൊണ്ടുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കൂട്ടായ്മകൾ മാത്രം ഉണ്ടാവുക. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം പൂർണ്ണമായും നിലച്ചിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.